ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ സോയാ ചങ്ക്സ് കൊണ്ട് ഒരു ദോശയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനായിട്ട് ഞാനൊരു ബൗളിലോട്ട് കുറച്ച് സോയാ ചങ്ക്സ് ഇട്ടിട്ടുണ്ടേ. അതിലോട്ട് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് വെച്ചേക്കാം. അതിനുശേഷം ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്കിതിനെ തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് 4-5 പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം ഈ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. നന്നായിട്ട് വെള്ളമെല്ലാം കളഞ്ഞിട്ട് എടുക്കാൻ കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി നമുക്കിതിനെ മിക്സി ജാറിലിട്ടതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കാം. നല്ല എന്തോന്ന് പറയാനായിട്ട് മയത്തിലൊന്ന് അടിച്ചെടുക്കണം. തീരെ അങ്ങ് പേസ്റ്റായിട്ട് പോകരുത്, എങ്കിൽ പോലും ഒരു തരിതരിപ്പോട് കൂടി കണ്ടല്ലോ ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കൊരു കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി, 4-5 അല്ലി വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞതും, പിന്നെ ഒരു ഇടത്തരം സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത്, അതുപോലെ തന്നെ ഒരു പകുതി തക്കാളിയും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ടേ. ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. നന്നായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലോട്ട് കണ്ടല്ലോ കുറച്ച് മുളക് പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്തോട്ടോ കേട്ടോ. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 3/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി എടുത്തിട്ടുണ്ടേ. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഈ മസാലേൻ്റെയൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് പോകണം കേട്ടോ. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മളിപ്പം മിക്സിയിലിട്ട് അടച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളെ സോയയും കൂടി ഇതിനോടൊപ്പം ചേർത്തതിന് ശേഷം എല്ലാം കൂടെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. നല്ല അടിപൊളി രുചിയിലുള്ളൊരു ദോശയാണ്. നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഈ മസാല എല്ലാം ഈ ഒരു സോയയിൽ പിടിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഈ ഒരു ടൈമിന് നിങ്ങൾ ഉപ്പും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ ചെറിയ രീതിയിൽ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അത് ചെറിയ തീയിൽ തന്നെ കിടക്കട്ടെ. നമുക്കിതുപോലെ വന്ന് അത് നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. ഒരു ബൗളിലോട്ട് ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇത്രയും നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഒരു സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ. അപ്പോൾ നമ്മൾ മസാല എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടേ. നല്ല കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടി ഏറ്റവും അവസാനം വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ തീരെ അങ്ങ് ലൂസായി പോകാനും പാടില്ല, തീരെ കട്ടിയാവാനും പാടില്ല. ഈ ഒരു പരുവത്തിന് വേണം ഇരിക്കാനായിട്ട് കേട്ടോ മസാല. ഇനി നമുക്ക് തയ്യാറാക്കാമേ ദോശ. അതിനായിട്ട് ഞാനൊരു ദോശത്തവ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ദോശ മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. രാവിലെ ആണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല വെറൈറ്റി ഒരു ടേസ്റ്റായിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശേൻ്റെ റെസിപ്പി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ടേ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയില്ലേ, അതിന് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ചായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കാം. നല്ല രീതിക്കൊന്ന് കവർ ചെയ്തെടുക്കാം. മുട്ടയെങ്കിലൊന്ന് ഒഴിച്ചതിന് ശേഷം എല്ലാ ഭാഗത്തും മുട്ട ഒന്ന് കിട്ടണം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ ഇതുപോലെ നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് മുട്ട ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും മുട്ട നന്നായിട്ടൊന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾ 1 ടേബിൾ സ്പൂണോളം കടലമാവിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തീരെ കട്ടിക്കല്ല, നമ്മൾ പക്കോടയൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിക്ക് എടുത്തതിന് ശേഷം ദോശയുടെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ബാക്കി മസാല വെച്ചിട്ട് കവർ ചെയ്തെടുത്താൽ മതി. അതിന് നമുക്ക് ഇതിൻ്റെ മേലോട്ട് നമ്മൾ മുട്ട ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ മേലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന മസാലയും കൂടെ നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മേലോട്ട് കുറച്ച് സവാളയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത സവാളയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം ദോശ മുകൾ ഭാഗം നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പാറ്റുലയോ അല്ലെങ്കിൽ നമ്മൾ ചട്ടുകമ്മോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല അടിപൊളി ദോശയാണ്. ഞാൻ വീണ്ടും പറയണേ, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ഇതിൻ്റെ രുചി അറിയാത്തവർ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ല നമ്മുടെ ദോശ നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ശക്കല നെയ്യും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും അത് നെയ്യിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ചേർത്തിട്ട് എന്തോ പറയാനായിട്ട് നിങ്ങൾ കഴിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു രുചി നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കില്ലേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. വീണ്ടും വീഡിയോ ആയിട്ട് കാണാം. താങ്ക്